നെടുങ്കണ്ടം CPM ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. ഏലം കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും അവയുടെ പരിഹാര മാർഗങ്ങളുമായിരുന്നു സെമിനാറിന്റെ മുഖ്യ ചർച്ചാ വിഷയം. കർഷകരുമായി നേരിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്ന തരത്തിൽ വ്യത്യസ്തമായ തരത്തിലായിരുന്നു നെടുങ്കണ്ടം CPM ഏരിയ ഘടകം സെമിനാർ സംഘടിപ്പിച്ചത്. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. ജില്ലയെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന പൊതുവിഷയങ്ങളെ ആസ്പദമാക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാർഷിക വിരുദ്ധ വാണിജ്യ നയങ്ങളും ഏലത്തോട്ട മേഖലയും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. നെടുങ്കണ്ടം CPM ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കാർഷിക സെമിനാർ നടന്നത്. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്ക് ആവശ്യമായ വായ്പ കുറഞ്ഞ പലിശക്ക് നൽകുമെന്ന് അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. കടം എഴുതിത്തള്ളുമെന്നാൽ അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 ദിവസം തൊഴിലവസരം എന്ന് വാഗ്ദാനം നൽകി വന്ന ഒരു സർക്കാർ ഇന്ന് 50 ദിവസം പോലും തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ സ്ഥിതി. പക്ഷെ ഈ 10 വർഷങ്ങൾക്കിടയിൽ ഈ നയങ്ങൾ കാരണം ഇന്ത്യയിൽ സർക്കാർ കണക്ക് പ്രകാരം കർഷകരും കർഷക തൊഴിലാളിയും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ട് പലായനം ചെയ്ത് തൊഴിൽ തേടി വരുന്നവർ ഏകദേശം 5 ലക്ഷം പേർ ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിന്റെ കണക്ക്. ഈ കണക്കിൽ പാട്ടകൃഷിക്കാർ ഉൾപ്പെടുന്നില്ല, സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല, ആദിവാസി കർഷകർ ഉൾപ്പെടുന്നില്ല, ഭൂരഹിതർ ഉൾപ്പെടുന്നില്ല. അപ്പോ സത്യാവസ്ഥ, ചില സംസ്ഥാനങ്ങൾ ഒരൊറ്റ ആത്മഹത്യ നടത്തിയിട്ടില്ല, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്, പക്ഷെ അവിടെയൊക്കെ നിരവധി ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ കണക്ക് 5 ലക്ഷം എന്ന് സർക്കാർ പറയുമ്പോൾ ചുരുങ്ങിയത് അതിന്റെ ഇരട്ടിയെങ്കിലും കർഷകരാണ് കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധി കാരണം ആത്മഹത്യ ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ എന്നല്ല, ലോകത്ത് തന്നെ മാനവ ചരിത്രത്തിൽ വേറെ എവിടെയും നമ്മൾക്ക് കാണാൻ കഴിയില്ല ഇത്രയും രൂക്ഷമായ ഒരു പ്രതിസന്ധി. സർക്കാരിന്റെ നയങ്ങൾ കാരണം ഈ ദുരിതം അനുഭവിക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം. ഉടുമ്പൻചോല MLA MM മണി സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. വില കുറവ്, പിന്നെ ഇതിന്റെ നികുതി ഏർപ്പാട്, ഗവൺമെന്റിന്റെ സംവിധാനം, ഇതെല്ലാം ഈ കൃഷിയെ പുറകോട്ടടിപ്പിക്കുന്നതിന് സഹായിക്കുന്ന സമീപനം. ഇതിനുപയോഗിക്കുന്ന കീടനാശിനിയും വളത്തിനെല്ലാം വലിയ വിലയാണ്. കൂലി, സംഘടിതമായ തൊഴിലാളികൾ സംഘടിതരാണ്, അവരുടെ ആനുകൂല്യം, ബോണസ്, അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, ഇതെല്ലാം ആയി നോക്കുമ്പോൾ അവസാനം കാര്യമായി ഉൽപാദനം മെച്ചപ്പെട്ടില്ലെങ്കിൽ, വിലയും മെച്ചമില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലായിരിക്കും കൃഷി ചെന്നത്. അതാണ് ഏലകൃഷി നേരിടുന്ന പ്രശ്നം. നമുക്കതേ സമീപ വർഷങ്ങളിൽ ഏലം പൂർണ്ണമായും നമ്മുടെ ജില്ലയിൽ ഉണങ്ങിപ്പോയ അവസ്ഥയും നമുക്ക് അനുഭവം. പിന്നീട് അത് പിന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ടെന്നാണ്. ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കാലാവസ്ഥ. പക്ഷേ ഈ വർഷം ഉൽപ്പാദനം ഏറ്റവും കുറവാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത്, എനിക്ക് ഇച്ചിരി ഏലകൃഷി ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഉൽപ്പാദനം കുറവാണ്, പക്ഷേ നല്ല വിലയുണ്ട്. 3000-1500 വിലയുണ്ട് ഇപ്പോൾ ഒരു കിലോയ്ക്ക്. പക്ഷേ ഉൽപ്പാദനമില്ല. അതാണ് കാലാവസ്ഥയെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഉൽപ്പാദനം ഉണ്ടാകണേ. കാലാവസ്ഥ എത്ര നന്നായാലും വലിയ ഉൽപ്പാദന ചെലവ് വരുന്ന, ഇതിനുപയോഗിക്കുന്ന കീടനാശിനിയും വളത്തിനുമെല്ലാം വലിയ വിലയാണ്. തൊഴിലാളികൾ സംഘടിതരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 24ാം പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ മാസം 2 മുതൽ 6 വരെ മധുരയിൽ വെച്ച് നടക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായി ഇടുക്കി ജില്ലാ സമ്മേളനം 2025 ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ തൊടുപുഴയിൽ വെച്ച് നടക്കും. ഈ കൺവെൻഷനോട് അനുബന്ധിച്ച് ജില്ലയെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന പൊതുവിഷയങ്ങളെ ആസ്പദമാക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കാർഷിക വിരുദ്ധ വാണിജ്യ നയങ്ങളും ഏലത്തോട്ട മേഖലയും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നെടുങ്കണ്ടം
നെടുങ്കണ്ടം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത്. നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു സെമിനാർ നടന്നത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, കർഷക സംഘടനാ പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സെമിനാറിൽ ഭാഗമായി. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. TM ജോൺ സ്വാഗതം പറഞ്ഞു. വണ്ടൻമേട് കാണ്ടമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി PR സന്തോഷ് വിഷയാവതരണം നടത്തി. സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൽ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ML ഗോപി, CPI മണ്ഡലം സെക്രട്ടറി KG ഓമനക്കുട്ടൻ, കേരള കോൺഗ്രസ് നിമ പ്രസിഡന്റ് ജിൻസൺ വർക്കി, മുസ്ലിം ലീഗിന്റെ യൂനസ് PS, കേരള കോൺഗ്രസ് J സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് പൊട്ടംപ്ലാക്കൽ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിബി മൂലൈപ്പറമ്പിൽ, NCP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KT മൈക്കിൾ, ജനതാദൾ S ജില്ലാ സെക്രട്ടറി സനൽകുമാർ മംഗലശ്ശേരി, RJD ജില്ലാ പ്രസിഡന്റ് MK ജോസഫ്, CITU MBE യൂണിയൻ ജനറൽ സെക്രട്ടറി KS മോഹനൻ, CITU യൂണിയൻ HRTT പ്രസിഡന്റ് VN മോഹനൻ, അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ കേന്ദ്ര കമ്മിറ്റി അംഗം PN വിജയൻ, കേരള കർഷക സംഘം NK ഗോപിനാഥൻ തുടങ്ങിയവർ ചർച്ച നയിച്ചു. സ്വാഗത സംഘം കൺവീനർ VC അനിൽ കൃതജ്ഞതയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് നെടുങ്കണ്ടം. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ, തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം.